നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ കരമുള്ള ആ കണ്ടക്ടാണിത് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയാണ് ഇപ്പൊ താരം. ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് കമന്റുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മിന്നൽ മുരളിയാണ്, രജനീകാന്ത് സ്റ്റൈലാണ്. ഇത് വിശ്വസിക്കാനാവുന്നില്ല. ഇതെങ്ങനെയാണ്, എന്താണ് ഇത് സംഭവിച്ചത്? ഒരു ലോക്കിടുന്ന മാതിരിയായിരുന്നു ആ പിടുത്തം. അതെ, കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ജീവനക്കാർക്കും അഭിമാന താരമാണ് നമ്മുടെ ബിലു കേട്ടോ, സ്വന്തം ബിലു. അതുപോലെ എത്ര അഭിനന്ദിച്ചാലും തീരത്തില്ല, നിങ്ങളുടെ ആ പിടുത്തം ഒരു ഒന്നൊന്നര പിടുത്തമാണ്. അതെ അതെ, ഒരു ഒന്നൊന്നര പിടുത്തം തന്നെയാണ് കേട്ടോ. അതിശയമാണ്. അതിശയം എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. ഒന്നൊന്നര ലോക്കല്ലേ. അതെ, എങ്ങനെ പുള്ളി ആ കൈക്ക് എങ്ങനെ കയറി പിടിച്ചു, അത് കൈ അങ്ങോട്ട് പോയി കറക്റ്റ് കൈക്ക് തന്നെ പിടിച്ചു. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ വണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ യാത്രയിൽ ഇങ്ങനൊരു സംഭവം നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതയാത്രയിലായി. നമസ്കാരം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താരമായിക്കൊണ്ടിരിക്കുന്ന ആ പ്രൈവറ്റ് ബസ് കണ്ടക്ടറെ തേടിയാണ് നമ്മളിപ്പോൾ എത്തിയത്. സ്ഥലം എന്ന് പറഞ്ഞാൽ പന്തളമാണ്. അതെ, സുനിൽ എന്ന് പറഞ്ഞ ഈ ബസ്സിലെ ആ ഒരു കണ്ടക്ടറാണ് ഒരു യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചത്. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ആ ദൈവത്തിന്റെ കരമുള്ള ആ കണ്ടക്ടറാണിത് കേട്ടോ. പേര് ബിജിത് ലാൽ എന്ന് പറഞ്ഞ ബിലു എന്ന നമ്മുടെ ആ സ്വന്തം കണ്ടക്ടറാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയാണ് ഇപ്പൊ താരം. അതായത് നിങ്ങളൊക്കെ കണ്ടു കാണും, ഒരു യാത്രക്കാരൻ ഡോറ് തുറന്ന് കയറി അകത്ത് കയറി ബസ് പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് യാത്രക്കാരൻ ഡോറിലേക്ക് വീഴുവാണ്. അപ്പം ഈ കണ്ടക്ടർ ചേട്ടൻ ഇവിടെ നിന്നിട്ട് ഒരു പിടുത്തമുണ്ട്, അതും പുറകോട്ട് പോലും നോക്കാതെയാണ് ആ ഒരു പിടുത്തം പിടിച്ചത്. എന്ത് തോന്നുന്നു? വിശ്വസിക്കാനാവുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഒരു റിയാക്ഷൻ അങ്ങനെ ആയിപ്പോയി. കക്ഷി ആ വളവ് ചെറിയൊരു വളവാ, അങ്ങോട്ട് തിരിച്ച സമയത്ത് കക്ഷി കൈവിട്ട് നിന്നേയായിരുന്നു. കയ്യിലൊരു മൊബൈൽ ഫോണും പിടിച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് ഈ കമ്പിയിലാണ് പിടിച്ചിരുന്നത്. ആ കമ്പിയിൽ ഒരു വിരൽ കൊണ്ട് മൊബൈൽ ഫോൺ ചേർത്ത് വെച്ച് പിടിച്ചേക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മേടിച്ചു, 13 രൂപ ടിക്കറ്റ് എടുത്തു, 50 നോട്ട് തന്നു. അതിൻ്റെ ബാലൻസ് ഞാൻ കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് കക്ഷി ആ വളവ് വന്നപ്പം പുറത്തോട്ട് പോകുന്നത്. പുറത്തോട്ട് ഞാൻ ഇവിടെ ടിക്കറ്റ് കൊടുത്തോണ്ട് മെഷീൻ എൻ്റെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ വേറൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ഇവിടെ യാത്രക്കാരിരിക്കുന്നുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. അന്നേരം കക്ഷി ഇവിടെ നിന്നിട്ട് ഒരു മൊബൈൽ ഫോൺ പിടിച്ച് ഇവിടെ വെക്കുന്നത് ഇത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് ഈ വീഡിയോ കാണുന്നതിന് ശേഷമാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് തന്നെ. കയ്യിൽ മൊബൈൽ ഫോൺ ഇവിടെ പിടിച്ചിട്ടുണ്ടെന്ന്, മൊബൈൽ ഫോൺ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന്. ക്ഷീണം ടിക്കറ്റ് കൊടുത്തു. ഞാൻ 13 രൂപ ടിക്കറ്റ് എടുത്തു, ശാസ്താമട്ടേക്ക് ടിക്കറ്റ് എടുത്തു, 50 നോട്ട് തന്നു. ഞാൻ ബാലൻസ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങിയപ്പോൾ അതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 രൂപ നാണയം തറയിപ്പോയി. അതുവരെ എനിക്ക് എടുത്ത് തരാനായിട്ട് ഒരുങ്ങിയപ്പോൾ കക്ഷിയുടെ കയ്യിൽ ഇരിക്കട്ടെ, ബാക്കി 32 രൂപ എനിക്ക് കൊടുത്താൽ മതിയല്ലോ. അത് വെച്ചിട്ട് എത്ര രൂപ തന്നെ എന്നാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കാൻ വരുന്നതിന് മുമ്പാണ് കക്ഷി പുറത്തോട്ട് പോകുന്നത്. എൻ്റെ ഇങ്ങനെ നിന്ന ആള് കൈവിട്ട് നിൽക്കുമായിരുന്നു. ഇങ്ങനെ നിന്ന ആള് ഇങ്ങോട്ടെങ്കിൽ മറിയുമായിരുന്നു. എൻ്റെ കയ്യിലൊരു തട്ടും തട്ടിയാ പോയപ്പോൾ ആ പിടുത്തം ഇങ്ങനെ കയറി പിടിക്കുമായിരുന്നു. ഈ പിടുത്തത്തിൽ കക്ഷി അവിടെ നിൽക്കുക, ഡോറ് ഓപ്പൺ ആയിപ്പോയി. കക്ഷിയുടെ ബാക്ക് സൈഡ് ചെന്ന് ഡോറിന്റെ ലോക്കെ തട്ടി ഡോർ ഓപ്പൺ ആയിപ്പോയി. അല്ല, കാര്യം വെച്ചാൽ അന്നേരത്തെ ഒരു സമയത്ത് ആ ഒരു റിയാക്ഷൻ അങ്ങനെ ആയിപ്പോയതാ. അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു റിയാക്ഷനായിട്ട് അങ്ങനെ ആയിപ്പോയത് യാദൃശ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം ആയിപ്പോയി. എന്നുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നയാ. അങ്ങനെ യാത്രക്കാരൻ കയറിയിട്ട് പെട്ടെന്ന് അങ്ങനെ മറിഞ്ഞു വീഴുമെന്നോ ഒന്നും നമ്മൾ കരുതുന്നില്ല. എന്നിട്ട് എൻ്റെ ഒരു റിയാക്ഷൻ അങ്ങനെ വന്നുപോയി. എനിക്ക് ആ ഈശ്വര ദീനം ഉണ്ടാകേണ്ട പുള്ളി രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല. ഞാനിങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ സീറ്റിന്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് മറിഞ്ഞു പോയ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ കക്ഷിയുടെ റൈറ്റ് ഹാൻഡാണ് എൻ്റെ വരുന്നത്. അവിടെ പോയി ഇത്രയും പോയിട്ടാണ് പിടിച്ചത്. ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രം ഒരു വിരളെ മാത്രമേ ഉള്ളൂ. പക്ഷേ മൊബൈൽ ഫോൺ പോലും തറയിൽ പോയിട്ടില്ല ആ സമയത്ത്. ഇങ്ങനെ പിടിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള ടൈം കിട്ടുന്നില്ല. കക്ഷിയെ പിടിച്ച് ഞാൻ വലിച്ച് കയറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചത്. അറിഞ്ഞത് ഇത് എല്ലാവരും ഇട്ടതിന് ശേഷം ഇതൊക്കെ പറഞ്ഞ് ഇത് വൈറലായി. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമില്ലേ. വൈറലായി. ഞങ്ങളുടെ ഓണറെ വിളിച്ചിട്ട് വിലു ഇത് വൈറലായിപ്പോയി. ഇതുകൊണക്ക് കക്ഷി ഡ്യൂട്ടി സമയത്ത് വന്നതിന് ശേഷം ഇത് കാണുന്നത്. അതിനുശേഷമാണ് എന്നെ വിളിച്ചത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. വീണ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. വണ്ടി റണ്ണിങ്ങിലാ. ഡോർ തുറന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് ബാക്ക് ഭാഗത്തോട്ടല്ലേ പോകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? തിരിഞ്ഞാടും പോണത്. അത് എന്താണ് സംഭവിക്കുന്നത് അന്നേരം നമുക്ക് ഓടിക്കാൻ പറ്റും. വണ്ടി ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് ബഹളം വെച്ച് ആ വിത്തിൻ സെക്കൻഡ് കൊണ്ട് പിടിച്ച് എല്ലാം ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്തു. അടുത്ത സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് ആ ഒരു വളവ്. ഇപ്പൊ എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ട്, ഈ യാത്രക്കാരൻ ആരാണെന്ന് അറിയാമോ? ഈ യാത്രക്കാരനെ പുള്ളിയെ കുറിച്ച് വിവരമില്ല. ഈ വാർത്തന് വൈറലായ ശേഷം അയാളും രംഗത്ത് വരുമായിരിക്കും. നമ്മളൊക്കെ കണ്ട ആ ദൈവത്തിന്റെ കരം ഇതാണ് കേട്ടോ. ഈ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ബസ് ജീവനക്കാർക്കും ഒക്കെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിലു. ഈ മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരൊക്കെ ഇങ്ങനെ അഭിനന്ദിച്ചപ്പോഴൊക്കെ എന്തോ തോന്നി? അഭിനന്ദിച്ചപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ്.
പക്ഷേ അതിങ്ങനെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും കരുതിയില്ല. ഈ യാത്രയിൽ ഈ വണ്ടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ യാത്രയിൽ ഇങ്ങനൊരു സംഭവം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതയാത്രയിലായി ഇത്. എൻ്റെ തൊഴിലുകൂടാ, അന്നം തരുന്ന അന്നമാണ്. അന്നത്തിൽ അതിലിങ്ങനൊരു സംഭവം നടക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താണെന്ന് എനിക്ക് പറയാൻ ഇപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ അതിനുശേഷം യാത്രക്കാരെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു? യാത്രക്കാര് പ്രതികരിച്ചതിന്റെ അന്നേരം കയറി പിടിച്ചില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ കണക്ക് ചേട്ടൻ പറഞ്ഞ കണക്ക് തന്നെ പുള്ളി വെളിയിലോട്ട് പോവുക. ആ ഒരു സമയത്ത് എന്തോ ദൈവനിശ്ചയം. എല്ലാത്തിനും സാക്ഷിയായിട്ട് CCTV ഉള്ളതും വലിയൊരു അനുഗ്രഹമായി. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വണ്ടികളിൽ ക്യാമറ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇതുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആണാണ് ഇത് തെറ്റുകുറ്റങ്ങൾ ആരുടെ ഭാഗത്താണ് കണ്ടെത്താൻ പറ്റും. അത് ഇങ്ങനെയുള്ള ക്യാമറകളും കാര്യങ്ങളും ഒക്കെ വണ്ടികളിൽ ഘടിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെ. കയറിയ സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ എത്താൻ വേണ്ടി 1 മിനിറ്റ് പോലും ഇല്ല. അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത്. അതൊക്കെ അങ്ങനെയൊക്കെ ഓരോരുത്തർ എനിക്ക് ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് കമന്റുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മിന്നൽ മുരളിയാണ്, രജനീകാന്ത് സ്റ്റൈലാണ്, ചെറിയ ഇത് വിശ്വസിക്കാനാവുന്നില്ല. ഇതെങ്ങനെയാണ്, എന്താണ് ഇത് സംഭവിച്ചത്? ഒരു ലോക്കിടുന്ന മാതിരിയായിരുന്നു ആ പിടുത്തം. തന്നെയായിരുന്നു. ആ പിടുത്തത്തിലാണ് ഇത് തിരിഞ്ഞ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ പിടുത്തം. ആ പിടുത്തത്തിലാണ് ആ കക്ഷി അവിടെ നിന്നത്. എൻ്റെ കയ്യിൽ നാണയമുണ്ട്. എൻ്റെ റൈറ്റ് കയ്യിൽ നാണയമുണ്ട്. നാണയം അത് കണ്ട അതിൽ ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഞാൻ ഇങ്ങനെയാണ് ലോക്കഡാണ്, ഇങ്ങനെയാണ് പിടിക്കുന്നത്. അത്രയും വെയിറ്റ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വെച്ച് കണ്ടക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചു. ഈ അവസാനമാണല്ലോ ഈ ഒരു അത്ഭുതം. ഞാൻ വെച്ച് കണ്ടക്ടർ ഈ കാണാൻ വീഡിയോ ആണ് നിങ്ങളൊരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും. അവസാനമല്ലേ ഈ കൈയാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടത്. എന്തായാലും അതിശയം തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ വൈറലാക്കിയ താരം ഇവിടെ ഇപ്പോൾ ഇതാണ്. ഈ പുള്ളിയാണ് ഇതെടുത്ത് സോഷ്യൽ മീഡിയ ഇട്ട് നമ്മുടെ ബിലുവിനെ വലിയ താരമാക്കിയത്. എങ്ങനെയാണ് സംഭവം? ഇത് എങ്ങനെയാ CCTV നോക്കാൻ തോന്നിയത്? അല്ല, കണ്ടക്ടർ എന്നെ വിളിച്ചറിയിച്ച് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനോർത്ത് എന്റെ പേര് ജോസഫ്. ഞാനോർത്ത് എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കാന്ന് കരുതി നോക്കി. അപ്പൊ അതാണ് അത്രയും വീഡിയോ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതുപോലൊരു സംഭവം കണ്ട് ഞങ്ങൾ 3-4 പേര് കൂടിയെന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴൊരു എന്തോ പറയേണ്ടത് ഒന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് ഈ പുള്ളിയെക്കാട്ടിലും വെപ്രാളം ഇപ്പൊ നമുക്ക് അതുപോലൊരു സംഭവമായിരുന്നു കണ്ടത്. അതിശയം എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അതെ, എങ്ങനെ പുള്ളി ആ കൈക്ക് എങ്ങനെ കയറി പിടിച്ചു? അത് കൈ അങ്ങോട്ട് പോയി കറക്റ്റ് കൈക്ക് തന്നെ പിടിച്ചു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറയാനറിയത്തില്ല. അതുപോലെ തന്നെ ആയിരുന്നല്ലോ. അഭിനന്ദിക്കാൻ നമ്മളൊക്കെ കുറ്റപ്പെടുത്തേണ്ടി വന്നു. അതെ, അത് എന്തെങ്കിലും സംഭവിച്ചു പോലും അഭിനന്ദനമായി വന്ന ഞങ്ങൾ പോലും ചിലപ്പം തിരിച്ചു പറയാൻ കുറ്റപ്പെടുത്തും. അതെ, തിരിച്ചു പറയാൻ ആ സമയത്ത് ഇല്ലതാനും കക്ഷി ഇതേ രീതിയിൽ തന്നെ മറിഞ്ഞ് പുറത്തു പോകുക. എന്തെങ്കിലും പറ്റിപ്പോയിരുന്ന കണ്ടക്ടറുടെ കുറ്റമെന്നേ പറയത്തുള്ളൂ. അതേസമയം ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ അഭിനന്ദിക്കാനായിട്ട് വന്നത്. അതെ, ക്യാമറ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് നാളെ ആണെന്നുണ്ടെങ്കിൽ വേറെ ചേട്ടനെ ബസ്സിലെ ഡ്രൈവർ ചേട്ടനായിരിക്കും ആദ്യം തെറി വിളിക്കുന്നത്. അതെ, കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ജീവനക്കാർക്കും അഭിമാന താരമാണ് നമ്മുടെ ബിലു കേട്ടോ, സ്വന്തം ബിലു. അതുപോലെ എത്ര അഭിനന്ദിച്ചാലും തീരത്തില്ല. നിങ്ങളുടെ ആ പിടുത്തം ഒരു 1.5 പിടുത്തമാണ്. അതെ, ഒരു 1.5 പിടുത്തം തന്നെയാണ് കേട്ടോ. എവിടെ സംഭവിച്ചേ? കാരാളിമുക്കിനും മാമ്പഴമുക്കിനും ഇടയ്ക്ക് വെച്ച്. ഈ യാത്രക്കാരനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? യാത്രക്കാരനെ കുറിച്ച് പിന്നെ ഒരു വിവരം എവിടെയോ ഇരുന്ന് പുള്ളി ഇത് കാണുന്നുണ്ട്. എവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കാം. അവരുടെ യാത്രക്കാരൻ അടുത്ത ആഞ്ഞിലിമൂടിന് തൊട്ട് മുമ്പുള്ള നെല്ലിക്കുന്നത്ത് മുക്കെന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി പോയിരുന്നു. എന്ത് പറഞ്ഞിട്ട് പുള്ളി പോയി? ഒന്നും മിണ്ടിയില്ല. കക്ഷി പേടിച്ചു പോയിട്ടാണ്. അതുകൊണ്ടായിരിക്കും സ്റ്റോപ്പിൽ ഇറങ്ങി. ശാസ്താംകോട്ടേക്കാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ ശാസ്താംകോട്ട അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ചേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ പേടിച്ചു പോകണ്ട, ഒരു കുഴപ്പമില്ല. ബിലു ഹാപ്പിയാണ്. എന്താ ആ പുള്ളിക്കാരോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് യാത്രക്കാരായാലും ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് യാത്ര ചെയ്യരുത്. കൂടുതലും അങ്ങനെ നിൽക്കുക തന്നെ കമ്പികൾക്കൊക്കെ മറ്റും പിടിച്ച് സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യുക. ഡോർ സൈഡിൽ വന്നിട്ട് ഒരു വണ്ടിയുടെയും ഏത് വണ്ടിയുടെ ആയാലും വലിയ വണ്ടിയുടെ ആയാലും ചെറിയ വണ്ടിയുടെ ആയാലും ഡോറിൻ്റെ സൈഡിൽ വന്നിരുന്ന് യാത്ര ചെയ്യരുത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൽ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ, അത് സ്ത്രീകളായാലും കൂടുതൽ പേര് ഞങ്ങൾ കാണുന്നുണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ പിടിച്ചോണ്ടാണ് വണ്ടിയിൽ കയറുന്നത്. നമുക്ക് അവരുടെ പറയാൻ പറ്റില്ല. കഴിച്ചാൽ ഇതെന്ന് വെച്ചാൽ അവരെ കൈ ഫ്രീ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റും. ഇത് ഫ്രീ ആകുന്നില്ലല്ലോ. ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് യാത്ര അവസാനിക്കുന്നിടം വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവരുടെ രീതിയിൽ ആവാമല്ലോ.